പൗരന്റെ സമ്മതിദാനാവകാശത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണിത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായ 3 സ്ത്രീകൾ കാടും മലയും തോടും പുഴയും കടന്ന് വന്യജീവികളെ ഭയന്ന് ഒരു വോട്ടറുടെ അടുത്തെത്തുക. ഇടമലക്കുടി നൂറടിയിലെ 31-ാം ബൂത്തിലെ 246-ാം നമ്പർ വോട്ടറായ ശിവലിംഗത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ യാത്ര. 92 വയസ്സുള്ള ശിവലിംഗം കിടപ്പ് രോഗിയാണ്. വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഇദ്ദേഹം ബൂത്ത് ലെവൽ ഓഫീസറെ അറിയിച്ചു. ഈ ഓഫീസർ ശിവലിംഗത്തിന്റെ അപേക്ഷ ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിന് കൈമാറി. ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ 9 അംഗ സംഘത്തെ നിയോഗിക്കുകയുമായിരുന്നു. ഫോട്ടോയ്ക്കുള്ള ടിക്ക് മാർക്ക് ഇല്ലെന്ന് ഇൻഡു പോടണം. ഓഫ് റോഡിൽ ഇടമലക്കുടി കോപ്പക്കാട് വരെ മാത്രമാണ് എത്താൻ കഴിയുക. അവിടെ നിന്ന് കൊടുംവനത്തിലൂടെ കാൽനടയായി വേണം നൂറടിയിലേക്ക് പോകാൻ. ആനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികൾ സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയാണിത്. ഞങ്ങൾ ഏകദേശം 2.5 മണിക്കൂറോളം ജീപ്പിലും ട്രെക്കിംഗ് ജീപ്പിലും ശേഷം ഒരു 5 മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത്. ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ള വഴികളായിരുന്നു. ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കാട്ടിലൂടെ ഒട്ടും സഞ്ചരിക്കാത്ത ഒരാളാണ് ഞാൻ. ശരിക്കും ഇത്രയും ദുർഘടമായ മലപാതകൾ കയറണമെങ്കിൽ ഈ ഒരു സഹകരണം ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും വലിയൊരു സഹകരണം കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റിയത്. ശിവലിംഗത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന്റെ കുടുംബവും സന്തോഷത്തിലാണ്. എല്ലാവരും ഇത്ര വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരം വന്ന് കഷ്ടപ്പെട്ട് മുത്തശ്ശന് വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും അപ്പോൾ സന്തോഷമുണ്ട്. മുത്തശ്ശന് നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള വിഷയമായിരുന്നു. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ മുഴുവൻ വോട്ടുകളും രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയിനിസ് രാജ് ചേരുന്നു. ജെയിൻ, ഏതായാലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഉദ്യോഗസ്ഥർ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്താൻ കാണിച്ച ആ സന്തോഷത്തോടെയുള്ള അവരുടെ മനസ്സ്, അതിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഒന്ന്, സമ്മതിദാന അവകാശം ഈ അവശതയിലും പ്രകടിപ്പിക്കാനുള്ള ആ ജനാധിപത്യ വിശ്വാസിയുടെ മനസ്സ്. ഇത് രണ്ടും എടുത്ത് പറയേണ്ടതാണ്, അല്ലേ ജെയിൻ? തീർച്ചയായിട്ടും നമ്മളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുന്ന രീതിയുണ്ട്. ഇപ്പം നമുക്കിടയിൽ പലരും ചിലപ്പോൾ വളരെ നിസ്സാര കാര്യമായിരിക്കും, ഒരുപക്ഷെ അവിടെ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു മടി കൊണ്ട് മാത്രം ഈ വോട്ട് രേഖപ്പെടുത്താത്ത നിരവധി ആളുകളുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും 100% പോളിംഗ് ഉണ്ടാവാറില്ല. ഏതാണ്ട് 80 അല്ലെങ്കിൽ 85% പോളിംഗ് മാത്രമാണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. കുറച്ച് പേരൊക്കെ നാടിന് പുറത്തായിരിക്കും. പക്ഷേ ഇവിടെയുള്ള പലരും വോട്ട് ചെയ്യാൻ പോകാറില്ല. അപ്പോൾ അത്തരം ആളുകൾ കൂടി കാണേണ്ടതാണ് ഒരു പൗരൻ്റെ ഈ സമ്മതിദാന അവകാശത്തിന് സ്റ്റേറ്റ് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു വോട്ടിന് വേണ്ടി ഈ 9 ഉദ്യോഗസ്ഥരെ അവിടെ വിട്ട് ഈ വോട്ട് ചെയ്യിക്കേണ്ട, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ആ അപേക്ഷ അവഗണിക്കാവുന്നതാണ്. പക്ഷേ ആ സമ്മതിദാന അവകാശം, ആ പൗരൻ്റെ അവകാശം എന്നുള്ളത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇടമലക്കുടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇടമലക്കുടി നമുക്കറിയാം ഒരു ഗോത്രവർഗ പഞ്ചായത്താണ്. മൂന്നാറിൽ നിന്നും ഓഫ് റോഡ് യാത്ര ചെയ്ത് ഏതാണ്ട് 5-10 കിലോമീറ്റർ മാത്രമേ ഈ ഓഫ് റോഡ് ജീപ്പ് പോകും. ആ ജീപ്പ് പോകുന്നതിന് തന്നെ 2.5 മണിക്കൂറിലധികം സമയം ആ ജീപ്പിൽ തന്നെ ഇരിക്കണം. ഈ ഓഫ് റോഡിൽ ഇറങ്ങി കുലുങ്ങി വേണം അങ്ങോട്ട് എത്താൻ. അതിനുശേഷം അവിടെ നിന്ന് 5 കിലോമീറ്റർ നടപ്പാണ്. 5 കിലോമീറ്റർ നടപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കുത്തായ കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്ക് പുഴകളും ചെറിയ തോടുകളൊക്കെ ഉണ്ട്. അതൊക്കെ കടന്നു വേണം പോകാൻ. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ വന്യജീവികളൊക്കെ അങ്ങോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്തതെങ്കിൽ പോലും അവരും അഭിനന്ദനം അറിയിക്കുന്നതാണ്. കാരണം അതിൽ സ്ത്രീകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. 3 സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പ്. സ്ത്രീകളടക്കമുള്ള ഈ സംഘം ഇത്രയും ദുർഘടം പിടിച്ച വഴികളിലൂടെ പോയി അദ്ദേഹത്തെ വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് ഒരുപാട് സന്തോഷം. ശരി ജെയിൻ.